നമ്മുടെ ദേശീയപാത വികസനം എല്ലാ ജില്ലകളിലും ഏറ്റവും ദേശീയപാത കടന്നു പോകുന്ന എല്ലായിടത്തും 6 വരിയിൽ പണി പുരോഗമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2025 അവസാനമാകുമ്പോഴേക്കും നമുക്ക് സുഖമായി നല്ല അടിപൊളിയായിട്ട് ഈ 6 വരി പാതയിലൂടെ കടന്നു പോകാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? തീർച്ചയായും. ഞാൻ സ്ഥിരമായിട്ട് കാസർഗോഡേക്ക് പോകുമ്പോൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദേശീയപാതയെക്കുറിച്ച് പറയുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ ദേശീയപാത വികസനം വിട്ട് ഓഫീസും പൂട്ടി ഓടിയവരാണ് ദേശീയപാത അതോറിറ്റി. കാരണം ഇവിടെ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ. എന്നാൽ നോക്കൂ, സ്ഥലമേറ്റെടുത്ത് സംസ്ഥാനത്ത് രാജ്യത്താദ്യമായിട്ട് ഇത്രയും വലിയ തുക, ഏകദേശം 6000 കോടിയോളം രൂപ അങ്ങോട്ട് നൽകി നമ്മൾ ആ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കുകയാണ്. മാതൃകാപരമായ ആ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത സംസ്ഥാനം എന്ന് ഒടുവിൽ ആർക്ക് പറയേണ്ടി വന്നു? കേന്ദ്ര സർക്കാരിന് വീണ്ടും പറയേണ്ടി വന്നിരിക്കുകയാണ്. ഇന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തെ അഭിനന്ദിക്കുകയുണ്ടായി, മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയുണ്ടായി. ഒപ്പം തന്നെ നമ്മൾ 6000 കോടി മുടക്കിയിരുന്നല്ലോ. നമ്മൾ ഈ 6000 കോടി കിഫ്ബിയിൽ നിന്നാണ് നമ്മൾ പൈസ കൊടുത്തത്. പക്ഷേ കിഫ്ബിയുടെ ഫണ്ടിനെ അടക്കം ഇവർ ഈ കടത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നതോടുകൂടി നമ്മൾ ആകെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് ജോൺ ബ്രിട്ടാസ് എം പി സഭയിൽ പറയുകയുണ്ടായി, നമ്മൾ മുടക്കിയ ഈ 6000 കോടി രൂപ അത് കടമെടുപ്പിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതും അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന നിലപാടാണ് നിതിൻ ഗഡ്കരി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വളരെ വേഗത്തിൽ ദേശീയപാത വികസനത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ പറഞ്ഞത് എന്താണ്, ജോൺ ബ്രിട്ടാസ് എം പി ആവശ്യപ്പെട്ടത് എന്താണ്, അതിനോടുള്ള കേന്ദ്രത്തിന്റെ നിലപാട് എന്താണ്, കണ്ടുവരാം. ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാനം ചെലവഴിച്ച തുക അടുത്ത കടമെടുപ്പ് പരിധിയിൽ നിന്നും കേന്ദ്രം ഒഴിവാക്കണമെന്നായിരുന്നു രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ഉന്നയിച്ചത്. സംസ്ഥാനം ഇതുവരെ 6000 കോടി രൂപ ഭൂമി ഏറ്റെടുക്കാനായി ചെലവഴിച്ചിട്ടുണ്ട്. മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്ത കാര്യമാണിത്. ഈ കാര്യത്തിൽ കേന്ദ്ര ധനമന്ത്രിയിൽ നിന്നും ഉറപ്പ് ലഭിക്കണമെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. കേരള gave 6000 crores for the acquisition of land which no other state put it. Sir, I concur with him that suppose he impress upon his colleague, the finance minister, if this loan is not included in the debt ceiling, we will be ready to provide more money for the acquisition. If he can give an assurance on this floor, let us take this to the state government. We will assure full cooperation to the minister. വിഷയം തന്റെ വകുപ്പിൽപ്പെടുന്നല്ലെങ്കിലും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി ചർച്ച നടത്താമെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകി. ദേശീയപാത വികസനത്തിനുള്ള കേരളത്തിന്റെ സമീപനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. I am really appreciate the approach of Kerala government, and at that time unofficially I actually at that time tell your chief minister, don't commit this. It is not burden on your budget, and otherwise you don't bother about the money, then we will see that Kerala is the part of this country. ഒരിക്കലും സാധ്യമല്ലെന്ന് പ്രതിപക്ഷം പോലും ഉന്നയിച്ച കാര്യമായിരുന്നു കേരളത്തിലെ ദേശീയപാത വികസനം. LDF സർക്കാർ അധികാരത്തിലേറിയ ശേഷമാണ് ഭൂമി ഏറ്റെടുക്കൽ യാഥാർത്ഥ്യമായതും ദേശീയപാത നിർമ്മാണം ത്വരിതഗതിയിൽ മുന്നേറുന്നതും. ഈ വികസന കാഴ്ചപ്പാടിനെയാണ് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി തന്നെ അഭിനന്ദിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി.